ഗുഡ് മോർണിംഗ്. യെസ്, നമ്മളങ്ങനെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫ്രഷ് ആയിട്ട്. നമ്മൾ ശ്രീനഗർ എത്തിയിട്ട് ഒരു 1 hour കഴിഞ്ഞു. നല്ല തണുപ്പാട്ടോ. ഇപ്പം കുറയുന്നുണ്ടെന്നോ അല്ലേ? രാവിലെ വന്നപ്പോൾ അനങ്ങാൻ പറ്റില്ലായിരുന്നു. നമ്മളിന്നലെ രാത്രി 11:30 ഒക്കെ ആയപ്പോൾ സ്റ്റേഷനെത്തി. അവിടുന്ന് പിന്നെ വണ്ടി കയറി ഒരു വരവായിരുന്നു. വൺ ടാസ്ക് ആയിരുന്നു. വെളുപ്പിനെ 5:45 ആയവിടെ എത്തിയത്. ഇത്ര നേരം എടുത്തു എത്താൻ. നല്ല അത്യാവശ്യം പാടായിരുന്നു ഇങ്ങോട്ടുള്ള ട്രാവൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ വ്യൂ എങ്ങനെയാണെന്ന് കാണിച്ചതാ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹൗസ് ബോട്ട്. അതായിരിക്കുന്ന ആളാണ്. പിന്നെ ഇതോ ആ കാണുന്നതാണ് നമ്മളിനി മറ്റന്നാൾ പോകുന്ന സ്ഥലം, പഹൽഗാം. അവിടെ ഞാൻ കാണിച്ചുതരാം, സൂം ചെയ്ത് കണ്ടോ ദൂരം മഞ്ഞ്, കണ്ടോ മഞ്ഞ്. പിന്നെ ഇത് ദാലേക്ക് ദാലേക്കിൻ്റെ ഇതൊരു ലോക്കൽ ലേക്ക് അങ്ങനെ എന്താ പുള്ളി പറഞ്ഞത്. ദാലേക്കിൻ്റെ ഔട്ടർ എന്തോ ഇവിടെയാണ് നമ്മുടെ സ്റ്റേ എല്ലാം സെറ്റ് ആട്ടോ. ഞാൻ അകത്ത് കയറി കാണിച്ചു തരാം. ഇതൊരു ബ്രിഡ്ജാണ്. ഇവിടെ വൈകിട്ട് നമ്മൾ വരുന്നുണ്ട്. നല്ല ക്രൗഡഡ് ആണെന്ന് പറഞ്ഞു വൈകിട്ടൊക്കെ. സന്ദേശം ഒന്ന് പതുക്കെ പറ, നീ വല്ല എന്നിട്ട് പറ. എങ്ങനെയുണ്ട് റൂമൊക്കെ? എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഒന്നും പറയാനില്ല. അവന് വയ്യ, വിറയ്ക്കുന്നു. നടക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മള് ഇന്ന് ലോക്കൽ സൈറ്റ് സീയിങ് ഇവിടുത്തെ ഫുള്ള് നമുക്ക് കാണിച്ചു തരാം. നല്ല ബെസ്റ്റ് ലൈറ്റിംഗ് ആണ്. ഇപ്പോൾ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഇവിടെ അത്യാവശ്യം നല്ല ഒരു സ്ട്രീറ്റാന്ന് മനസ്സിലായി കേട്ടോ. കാര്യം നല്ല ഒരുമാതിരി വേസ്റ്റൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. ഇപ്പം ആരുമില്ല, പിന്നെ കിടക്കുക. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം. പേരെന്നാടാ? ആലു പൊറോട്ട. സാൻഡ്വിച്ച് ടൈപ്പ് ആക്കി പുള്ളി ഇട്ട് അതിനകത്ത് പൊട്ടറ്റോ ഒക്കെ ഫില്ല് ചെയ്ത്. അച്ചാറുണ്ട്, സോസ് ഉണ്ട്. ചായ അല്ലടാ? ചായ ഉണ്ടോ? സെറ്റ് സാധനം കേട്ടോ. ഈ സമയത്ത് കഴിച്ചിട്ട് കാണാം. ഇപ്പം നമ്മുടെ ആദ്യത്തെ പരിപാടിക്ക് നമുക്ക് പോവാം. വെള്ളത്തിൽ പോയാൽ ആദ്യം നമ്മൾ ഇവിടെ ലോക്കൽ സൈറ്റ് സീയിങ്ങിന് പോകുന്നത്. കുറേ സ്പോട്ടിൽ പോകും. നമുക്ക് അവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കാം. ഓക്കെ, ഇപ്പം എങ്ങനെ കാര്യങ്ങൾ? പൊളിക്കാൻ പോവല്ല നമ്മള്. ആദ്യം എവിടെയാണ് പൊളിക്കാൻ പോകുന്നത്? അതായത് നമ്മൾ ശ്രീനഗർ ലോക്കൽ സൈറ്റ് സീയിങ്. അതെ, നമ്മൾ സിറ്റി ടുലിപ്പ് ഗാർഡൻ, ശങ്കര. അതെന്താ സംഭവം ശരിക്കും? അതാണ് നമ്മൾ കാണാൻ. അതെ, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്താ നമ്മൾ ചെന്നിട്ട് കാണുന്നതായിരിക്കും. ശങ്കരാചാര്യ. നമ്മുടെ വണ്ടിയിൽ എഴുതിയിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് എന്തുകൊണ്ട് പറയാം. അതെ, പ്രശ്നമല്ല, അത്യാവശ്യം ക്യാഷാണ് അത്യാവശ്യം. എന്താ വെച്ചാൽ നീ ഒരുപാട് കൈ തരുമ്പോണ്ട, നിന്റെ കൈ ഞാൻ തീർക്കും. നമ്മളെത്തി. കണ്ടു കഴിഞ്ഞാൽ വേറെ രൂപമൊക്കെ തോന്നും. പക്ഷേ ഇവിടെ ഭയങ്കര പൊടിയും വെയിലുമാണ്. വെയിലല്ല, തിരക്കാണ് മെയിൻലി. അപ്പം ഇവിടെ കുറേ 200-something സ്റ്റെപ്സ് ഉണ്ട്. അതൊക്കെ കയറണം. വെയിലും ഉണ്ട്, എങ്ങനെയാണെന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. നമ്മൾ നടന്ന് ഒരു 10 മിനിറ്റ് നടന്ന് ഇവിടെ വരെ വണ്ടിയൊക്കെ വിടത്തുള്ളൂ. മേളിലൊക്കെ ടാക്സി ആണെന്ന് ഡ്രോപ്പിംഗ് എഴുതിയേക്കുന്നുണ്ടോ ഇവിടെ. ആക്ച്വലി എന്താണെന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യരുടെ എന്തോ സംഭവമാണ്. നമുക്ക് ചോദിക്കാം, നമുക്കറിയാം. ചോദിക്കാം.
നമ്മൾ ചോദിച്ചിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതാണ് നമ്മൾ. ഫുൾ നമ്മുടെ CRPFിൻ്റെ കൺട്രോളാണ്, ഹൈ സെക്യൂരിറ്റി. ഇനി കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ അത്ര റിസ്ക് ഏരിയ ഉണ്ട്. ഒരു ഏൻഷ്യൻ ശങ്കരാചാര്യ ടെമ്പിൾ പറയാനും പറ്റുന്നില്ലല്ലോ, ടെമ്പിളാണ്. ഇവിടെ എന്താണ് ഏൻഷ്യൻ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. 253 സ്റ്റെപ്പ്, 253 സ്റ്റെപ്സ് ഉണ്ട്. മേളിൽ ചെന്നാൽ താഴെ ഒരു മലയാളി ഫാമിലി കണ്ടു. അവർ പറഞ്ഞു അവിടെ വലിയ വ്യൂ പോയിന്റ് ഉണ്ട്, ഫോട്ടോ കാണിച്ചു. പിന്നെ ടെമ്പിൾ ഉണ്ട്. അതിന്റെ പ്രത്യേകത ഒന്നെങ്കിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ചതായിരിക്കും, അല്ലെങ്കിൽ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. പോയി നോക്കാം, ആരോടും ചോദിക്കാം. ഹലോ ഗായ്സ്, വീഡിയോ എടുക്കും ചെറുതായിട്ട് അടച്ചു പോലെ. യൂട്യൂബർ ഫാൻസ് എന്താ ചെയ്യാ? അതെ അതെ, എന്നൊക്കെ നമ്മൾ പറയുന്നത്. നിങ്ങളാണ് നമ്മുടെ സപ്പോർട്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ അങ്ങനെയൊക്കെ ആവും. അതാണ് അവിടുത്തെ ടെമ്പിൾ. അവിടെ എന്താണെന്ന് ക്യൂ അങ്ങോട്ടുള്ള അമ്പലത്തിലേക്കുള്ള ക്യൂ ആയിരിക്കും. അവിടെ കണ്ടോ ആൾക്കാർ കയറുന്ന ടോപ്പില്, അങ്ങോട്ടുള്ള ക്യൂ. സന്ദേശ ഫ്രണ്ടിൽ കയറി പോയി തിരിച്ചു വരുമായിരിക്കും. ഈ ക്യൂ ഇപ്പൊ തീരുമെന്ന് അറിഞ്ഞൂടാ, ഇത്രയും ക്യൂ ഉണ്ട്. ഇവിടെ ഷൂ ഒക്കെ ഊരിട്ടേ പോകാൻ പറ്റും. കിടക്കണം എല്ലാവരും ഊരും. അവിടെ എന്താ ഉള്ള സന്ദേശം നേരെ കയറിപ്പോയിട്ടോ. ഇടയ്ക്കത്തെ ക്യൂവിൻ്റെ ഇടയ്ക്കൊക്കെ കയറിപ്പോയി. അതിന് സ്കില്ലുണ്ട്. നമ്മൾ ക്യൂ നിൽക്കുന്നേ ഉള്ളൂ. നമ്മൾ കയറി നോക്കാം. നമ്മളൊരു 10-15 മിനിറ്റ് ക്യൂ നിൽക്കുന്നു. ഇപ്പോൾ ക്യൂ ഭയങ്കര പതുക്കെയാവും. ഭയങ്കര അലർജി. ഇതൊന്നും ഞാൻ മാസ്ക് എടുത്ത് വെച്ച ഭയങ്കര ഡ്രൈ ആവും മൂക്കൊക്കെ. പിന്നെ ഇവിടെ ക്യൂ നിന്നപ്പം ഉണ്ടോ കിടിലം വ്യൂ ആണ് മലകളുടെയൊക്കെ. പിന്നെ ഫുൾ ശ്രീനഗർ സിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അത് സൂപ്പറായിട്ടുണ്ട്. എന്തായാലും വരുന്നവരെന്തായാലും ഈ സാധനം എടുത്തു. ഭയങ്കര യൂസ് ആട്ടോ. ഈ വെയിലത്ത് വരാതെ പറ്റൂല. പിന്നെ മാസ്ക് എടുത്തു, നല്ലതാണ്. നമ്മൾ ഷൂ ഒക്കെ ഊരി ചെരുപ്പിട്ടുണ്ട് പോകാൻ പറ്റൂല. ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചാൽ നേരത്തൊന്നും പോയില്ലായിരിക്കും. എല്ലാവരും ഷൂ ഇട്ടിട്ടാണ് പോകുന്നത്. ഇപ്പൊ താഴെ പോയല്ലോ. പിന്നെ മണിയടി ശരിയല്ല. ആചാരങ്ങളാകുമ്പോൾ നമ്മൾ പഠിക്കണമല്ലോ. അങ്ങനെ എടുത്ത് നല്ല തണുപ്പ് കേട്ടോ. നിലത്ത് താഴെ കല്ല ഇട്ടേക്കുന്നേ. എനിക്ക് തോന്നിയത് മറ്റേ മിലിറ്ററിക്കാരുടെ ബറാക്ക് പോലത്തെ സാധനമല്ലേ പൊളിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ വ്യൂ രക്ഷയില്ല കേട്ടോ. ഫുൾ സിറ്റി ഫുൾ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കാശ്മീരിൽ ഫുൾ തന്നെ ഏകദേശം കാണാൻ തോന്നുന്നു. അത്യാവശ്യം ക്ലിയർ കാണും. ഇവിടെ മഞ്ഞുമലയൊക്കെ ഉണ്ട്. ഇതുവരെ മഞ്ഞുള്ള ഭാഗം മാത്രം ക്ലിയർ ആയിട്ടാണ്. 360 കേട്ടോ ഫുള്ള്. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ തപസ്യ സാധൽ. നമ്മൾ ഇറങ്ങി വരുമ്പോൾ കാണുന്ന കേട്ടോ. അതിൻ്റെ അകത്ത് എന്താണെന്ന് കയറി നോക്കാം.
അതല്ല ശങ്കരാചാര്യർ തപസ്സിരുന്ന സ്ഥലം, അതേ ഉള്ളൂ. അവിടെ എന്താ, അവിടെ ഇപ്പോൾ കാണിച്ച പോലെ ഒരു പുള്ളിയുടെ ഫോട്ടോ ഉണ്ട്, സർപ്പമുണ്ട്, ഇരുന്ന സ്ഥലമുണ്ട്, അത്രേ ഉള്ളൂ. കൊള്ളാം. നമ്മളവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കേട്ടോ. ഇതിൻ്റെ ഫീഡ്ബാക്ക്, കുറേ നേരം ക്യൂ നിന്നു, നല്ല വെയില്. അവിടെ പോയി ആൾക്കാർക്കൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വലിയ കല്ലുകൊണ്ടുള്ള സ്റ്റെപ്പായുണ്ട്. പക്ഷെ എന്നിട്ട് ആൾക്കാർ കഷ്ടപ്പെട്ട് വലിച്ച് കയറി. അതിൻ്റെ അകത്ത് നമ്മളും കയറി. ഒരു ശിവലിംഗം, വേറെ ഒന്നുമില്ല, ജസ്റ്റ് അവിടെ റൗണ്ട് അടിച്ച് പെട്ടെന്ന് ഇറങ്ങി വന്നു. എന്ന് വെച്ചാൽ അത്ര നേരം ക്യൂ നിന്നിട്ട് അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒക്ടോഗണലോ ഹെക്സഗണലോ എന്തോ ബേസിൽ ഉണ്ടായ ഒരു കാശ്മീരിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ എന്തോ സ്ക്വയർ ഷേപ്പിടുന്ന സാധനമാണ്. ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഇവിടെ കാണിക്കാം, വായിച്ചു നോക്കിയാൽ മതി. എനിക്കിതിനെപ്പറ്റി ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഓക്കെ. ഞാൻ ആക്ച്വലി എൻ്റെ ഫേസ് കാണിച്ച് വീഡിയോ എടുക്കാതിരുന്ന കേട്ടോ. കാര്യം അത് ഒരു വീതിയുള്ള സ്റ്റെപ്സ് ആയതുകൊണ്ട് താഴെ വീണാൻ ചാൻസ് കൂടുതലല്ലോ. ശരിക്കും പറഞ്ഞാൽ മേളിൽ പോയാൽ ടെമ്പിളിൽ കയറേണ്ട കാര്യമൊന്നും ഇല്ല. ആക്ച്വലി അവിടെ നല്ല വ്യൂ ഉണ്ട്, അത് കണ്ട് വേണം തിരിച്ചിറങ്ങിയാൽ മതി. കാര്യം മറ്റേത് പ്രാർത്ഥിക്കണം എന്നുള്ളവർക്ക് പോകാം, അല്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ഏരിയ സൂപ്പറാണ്, നല്ല ഫുള്ള് നമ്മുടെ ശ്രീനഗറിൻ്റെ തന്നെയല്ല, കാശ്മീരിൽ തന്നെ അത്യാവശ്യം നല്ല ഏരിയ കാണാൻ തോന്നുന്നു. ഓക്കെ, നമുക്ക് ആക്ച്വലി അവിടെ നിന്ന് നമ്മൾ ടൂലിപ്പ് ഗാർഡനിൽ പോകാൻ ടിക്കറ്റ് എടുത്തിരുന്നു. 12 മണി വരെ ആയിരുന്നു സ്ലോട്ട് എടുത്തിരുന്നത്. ഇപ്പോൾ 12 മണി അത് ഷവറായി. അവിടെ താഴെ ഉണ്ട്, അവിടെ എനിക്കറിയാം. നമുക്ക് അപ്പം അവിടെ പോയിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി ടിക്കറ്റ് ഓൾറെഡി നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തായിരുന്നു, ഇപ്പോൾ ലേറ്റായി. അവിടെ ക്യൂ നിന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിരിക്കുന്നു. ഇവിടെ ഫുള്ള് CRPFക്കാരാണ്, പക്ഷേ നല്ല ഫ്രണ്ട്ലി ആട്ടോ എല്ലാവരും. മരയൊക്കെ ഒന്നും നല്ല ഫ്രണ്ട്ലി, അവരൊന്നും പറയില്ല, നമുക്ക് സുഖമായിട്ട് കയറിയിട്ട് പോകാം. അത് സ്ട്രിക്റ്റ് ഒന്നുമില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ലത് പറയും. അവിടെ ആരാണ്ടൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മളോടൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി പോയി വണ്ടി കണ്ടുപിടിക്കാം. ഇവിടെ ആക്ച്വലി നല്ല വെയിലുണ്ടായിരുന്നു മേളിൽ, പക്ഷേ തണുപ്പുള്ളതുകൊണ്ട് കൊള്ളൊന്നും അറിയത്തില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ നമ്മളെ പകുതി വഴിക്ക് ഇട്ടിട്ട് പോയി. കാര്യം വണ്ടിയൊന്നും മേളിലൂടെ കയറ്റി വിടത്തില്ല. പുള്ളി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം CRPF വരെ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ വല്ലതും കാണും, തപ്പി എടുക്കട്ടെ. ഇവിടെ വണ്ടിയൊക്കെ കുറഞ്ഞു കേട്ടോ, തിരക്കൊക്കെ കുറഞ്ഞു. കാര്യം വണ്ടിയിലും തിരിച്ചു പോയി കാണും ഒന്നേലെ.